കൂട്ടുകറി ഉണ്ടാക്കാൻ ചേനേൻ്റെ തോലുകൾ ചെത്തിയിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കടലമണി പോലെ തന്നെ നുറുക്കണം. ഏത്തക്കായയാണ് ഇത്, രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് ചേന ചെറുതായതുകൊണ്ടാണ് 2 കായും കൂടി ഇടാൻ വെച്ചത്. അത് തോല് പൊളിച്ച് പിന്നെ ചേന നുറുക്കിയ മാതിരി തന്നെ മണിമണിയായി നുറുക്കിയെടുക്കണം. ചേനയും കായും കഴുകിയതാണ്. ഇത് നല്ല ഉരുണ്ട കടലമണി പോലെ തന്നെ മുറിച്ചെടുക്കണം. ഇതുപോലെ ഇതേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങൾ കായും ചേന ഇങ്ങനെ തന്നെ എടുക്കണം, മുറിച്ചെടുക്കണം. ഇനി അതേ പരുവത്തിൽ തന്നെ പച്ചക്കായും മുറുക്കിയെടുക്കുകയാണ്. കൂട്ടുകറിക്ക് വേണ്ട സാധനങ്ങളാണിത്. 1 കപ്പ് കടല, 1 കപ്പ് ചേന, 1/2 കപ്പ് വാഴയ്ക്ക, ഏത്തക്കായ് മുറുക്കിയത്. ഇത് അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് സെപ്പറേറ്റ് വേവിച്ചെടുക്കും. ചേനയും കായും കൂടെ ഒന്നിച്ച് വേവിക്കും, അല്ല കടലയും കൂടെ. ഇത് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം, അത് വേഗം ഉടഞ്ഞു പോകും. പിന്നെ അതിലേക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്: തേങ്ങ 1 കപ്പ്, മുളക് പൊടി 1.5 സ്പൂണ്, കുരുമുളക് 1 സ്പൂണ്, 1.5 ടീസ്പൂണ് വലിയ ജീരകം. തേങ്ങയും വലിയ ജീരകവും കുരുമുളകും കൂടി വറുത്ത് നല്ല ചുമന്ന് വരുമ്പോൾ ഈ മുളക് പൊടി ഒന്ന് ഇട്ട് ഇളക്കി എടുത്ത് വയ്ക്കുക. കറിവേപ്പില. പിന്നെ ഇതൊക്കെ വെന്ത് പരുവായാൽ കടുക് വറക്കണം. അതിന് കടുക്, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് പിന്നെ ശകലം ശർക്കര. ഇതിനൊരു ചെറിയൊരു മധുരം വേണം. അതിന് ഈ ശർക്കര 1 കഷ്ണം അതിലിട്ട് ഇളക്കി ചേർത്ത് വെക്കുക. കടലയും ചേനയും ചേർത്ത് ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇതിൽ വെള്ളം ചേർത്ത് ഒരു 3 വിസിൽ, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 വിസിൽ വരുന്നവരെ വേവിക്കണം. വാഴയ്ക്ക സെപ്പറേറ്റ് ഇതിനകത്ത് തന്നെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. അതിൽ വെന്തോളും. ഇത് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തേങ്ങ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരുവിധം ചുവന്ന് വരുമ്പോൾ അതിലേക്ക് കുരുമുളകും വലിയ ജീരകം ഇട്ട് കൊടുക്കണം. ഒരുവിധം ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വലിയ ജീരകവും ഇട്ട് കൊടുക്കാം, പിന്നെ കുരുമുളകും ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം.
വറുത്ത തേങ്ങ നമ്മൾ അരച്ചെടുക്കുകയാണ്. വെള്ളം തൊടാതെ അരച്ചെടുക്കണം. നമ്മളെ കടലയും വാഴയ്ക്കയും ചേനയും വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പ് ഇതിനകത്ത് ചേർത്ത് ഒന്നും കൂടെ ഈ അരപ്പൊന്ന് തിളച്ചെടുക്കണം. അതിനകത്ത് ഒരു കഷ്ണം ശർക്കര ഇട്ടു. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അരപ്പ് നന്നായി തിളച്ചു. ശർക്കര നല്ലപോലെ ഉരുക്കി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്കിത് കടുക് വറുക്കാം. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ വേണം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കറിവേപ്പില. നമ്മുടെ കൂട്ടുകറി തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.